കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾ അനുദിനം വർദ്ധിക്കുന്ന കാലത്ത് നീതിക്കായുള്ള സമൂഹത്തിന്റെ മുറവിളിക്ക് അല്പമെങ്കിലും ആശ്വാസം പകരുന്നത് പോക്സോ കേസുകളിലെ കടുത്ത ശിക്ഷാവിധികളാണ്. ഇത്തരത്തിൽ 2 വിധി പ്രസ്താവങ്ങളാണ് പുനലൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതിയിൽ നിന്ന് ഒരേ ദിവസമുണ്ടായത്. 13-കാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച 56-കാരന് കോടതി ഇരട്ട ജീവപര്യന്തവും പിഴയും ശിക്ഷ വിധിച്ചു. മറ്റൊരു കേസിൽ 11-കാരിയെ പീഡിപ്പിച്ച 39-കാരനെ 15 വർഷം കണ്ണടവിനും ഇതേ കോടതി ശിക്ഷിച്ചു. പോക്സോ കേസുകളിൽ നിർണായകമായ 2 വിധികളാണ് ഒരേ ദിവസം പുനലൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതിയിൽ നിന്ന് ഉണ്ടായത്. മാതാപിതാക്കളില്ലാതെ മുത്തശ്ശിയുടെ സംരക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ച കേസിലാണ് പുനലൂർ ഐക്കരക്കോണം സ്വദേശി 56-കാരനായ രഘുവിനെ ഇരട്ട ജീവപര്യന്തത്തിന് ശിക്ഷിച്ചത്. ഇതിനു പുറമെ 15 വർഷം കഠിന തടവും 70,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. 2016-ൽ കുട്ടി 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു പീഡനം. സ്കൂളിൽ അസ്വാഭാവികത പ്രകടിപ്പിച്ച കുട്ടിയെ അധ്യാപകർ ചോദ്യം ചെയ്തപ്പോഴാണ് പീഡന വിവരം പുറത്തറിയുന്നത്. തുടർന്ന് ചൈൽഡ് ലൈനിന്റെ നിർദ്ദേശപ്രകാരം പുനലൂർ SI ആയിരുന്ന ജെ രാജീവാണ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയത്. ഇരട്ട ജീവപര്യന്തം കൂടാതെ 15 വർഷം കഠിന തടവും കൂടാതെ 50,000 രൂപ പിഴയും, പിഴ കൊടുക്കാത്ത വർഷം വീണ്ടും 5 മാസം കൂടെ കഠിന തടവും ശിക്ഷയും പ്രത്യേകമായി വിധിച്ചിട്ടുണ്ട്. കൂടാതെ ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റി 3 ലക്ഷം രൂപ വിക്ടിം കോമ്പൻസേഷൻ ഫണ്ടിൽ നിന്നും ഈ ഇരയായ പെൺകുട്ടിക്ക് നൽകാൻ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. മറ്റൊരു കേസിൽ 11-കാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച 39-കാരനെ 15 വർഷം കഠിന തടവിന് ശിക്ഷിച്ചു. പിറവന്തൂർ സ്വദേശി മധുവിനെയാണ് ശിക്ഷിച്ചത്. 2022 ജനുവരിയിൽ പല ദിവസങ്ങളിൽ പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നാണ് കേസ്. ന്യൂസ് 18 പുനലൂർ.